ഇറാനിയൻ മാസ്റ്റർ ഡയറക്ടർ അബ്ബാസ് കിയാരോസ്തോമയുടെ ലോകപ്രശസ്തമായ ഒരു മിനിമലിസ്റ്റിക് സിനിമയുണ്ട്. 1997 പുറത്തിറങ്ങിയ ടേസ്റ്റ് ഓഫ് ചെറി കാൻ ചലച്ചിത്രമേളയിൽ പരമോന്നത ബഹുമതിയായ പാംദിയോർ നേടിയ ചലച്ചിത്രം വളരെ ലളിതമായ ഒരു പ്ലോട്ടിലൂടെ മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും സങ്കീർണമായ തത്വശാസ്ത്രങ്ങളെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് ടെഹ്റാന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ തന്റെ കാർ ഓടിച്ച് ആരെയോ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന മധ്യവയസ്കനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പേര് ബാദി എന്നായിരുന്നു. അദ്ദേഹം കാറിൽ വരുമ്പോ റോഡരികിൽ നിൽക്കുന്ന കുറെ ആളുകൾ അടുത്തു വന്ന് ചോദിച്ചു, സാർ, ദിവസക്കൂലിക്ക് പണിക്ക് ആളെ വേണോ? എന്നാൽ ബാദി ഇല്ല, വേണ്ട എന്ന് പറഞ്ഞ് നേരെ മുന്നോട്ടേക്ക് പോയി. പക്ഷെ ബാദിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ എന്തോ ഒരു ആവശ്യത്തിന് ഒരു ജോലിക്കാരനെ തിരഞ്ഞു നടക്കുകയാണ്. കുറച്ചു ദൂരം കൂടെ മുന്നോട്ട് പോയപ്പോ റോഡരികിൽ ഒരാൾ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നത് കണ്ടു. കുറച്ചുനേരം അയാളെ നോക്കി നിന്ന ശേഷം ബാദി ചിന്തിച്ചു, ഇയാള് നമ്മുടെ പണിക്ക് പറ്റിയ ആളല്ല. അങ്ങനെ അദ്ദേഹം വീണ്ടും കാർ ഓടിച്ച് മുന്നോട്ടേക്ക് പോയി. അപ്പോൾ ഒരു ഫോൺ ബൂത്തിൽ നിന്ന് സംസാരിച്ച് പുറത്തിറങ്ങി വരുന്ന ഒരു തൊഴിലാളിയെ ബാദി നോക്കിക്കണ്ടു. ബാദി അയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, വരുന്നോ? ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, ഓ വേണ്ട സാർ, ഞാൻ ദാ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നേ, എന്നെ വേറെ ഇവിടെ ഇറക്കാനാ? ശരിയെന്നാ എന്നും പറഞ്ഞ് അയാൾ തന്റെ ജോലിയിലേക്ക് തിരികെ പോവാൻ തുടങ്ങി. അയാൾ നടന്നു നീങ്ങിയിട്ടും ബാദി അവിടെ തന്നെ വണ്ടി നിർത്തി നിന്നു. അയാളെ നോക്കി ഹോൺ അടിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട ആ മനുഷ്യൻ കുറച്ച് രോഷത്തിൽ തിരിച്ചു വന്ന് ചോദിച്ചു, എന്താ തനിക്ക് വേണ്ടേ? എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ബാദി പറഞ്ഞു, അതൊന്നുമില്ല, വെറുതെ ഒന്ന് വാടോ, നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് വരാം. അതോടെ ആ തൊഴിലാളിക്കാകെ സംശയമായി. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു, നോക്കിക്കേ, എനിക്കങ്ങനെ വരാനൊന്നും പറ്റില്ല, മര്യാദക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ തന്റെ മുഖം ഞാൻ തല്ലിപ്പൊളിക്കും. അത് കേട്ടതും ബാദി ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വേഗം വണ്ടിയെടുത്തു പോയി. അങ്ങനെ പോകുന്ന വഴിയിൽ ബാദി മറ്റൊരു മനുഷ്യനെ കണ്ടു. അയാൾ അവിടെയുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ ശേഖരിക്കുകയായിരുന്നു. അവിടെ കുറെ ചെറിയ കുട്ടികളുണ്ട്. ആ കുട്ടികളാകട്ടെ അയാളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാൽ ആ മനുഷ്യൻ കുറച്ച് മാനസിക വളർച്ച കുറവുള്ള വ്യക്തിയെ പോലെ തോന്നിച്ചിരുന്നു. ബാദി അയാളെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? അയാൾ പറഞ്ഞു, ഞാൻ ഈ പേപ്പർ ബാഗൊക്കെ ശേഖരിച്ച് കമ്പനി കൊണ്ടുപോയി കൊടുക്കും, അവരെനിക്ക് പണം തരും. ഉടനെ ബാദി ചോദിച്ചു, കിട്ടുന്ന പണം നീ എന്തു ചെയ്യും? അത് ഞാൻ എന്റെ കുടുംബത്തിന് കൊടുക്കും. കുടുംബമോ? നിന്റെ വിവാഹം കഴിഞ്ഞതാണോ? അല്ല, ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും അയച്ചു കൊടുക്കും. അവർ നിനക്ക് എത്ര പണം തരും? അവരെനിക്ക് 100, 200, 700 ഒക്കെ തരും. ഓ അങ്ങനെയാണോ? എന്നാ നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ നിനക്ക് നല്ലൊരു ജോലി തരാം, നീ അത് ചെയ്യുന്നോ? എന്തു ജോലിയാ? നീ വാ, ഞാൻ പറഞ്ഞു തരാം. അത് ശരിയാവില്ല, എനിക്ക് ആ ജോലിയൊന്നും വേണ്ട. എനിക്ക് ഈ പേപ്പർ ബാഗ് ശേഖരിക്കുന്ന ജോലി മാത്രമേ അറിയൂ, വേറെ ഒരു പണിയും അറിയില്ല, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് നടന്നുപോയി. ബാദി വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ആ വഴി വരുന്നത് ബാദി കണ്ടു. ബാദി ആ പയ്യനെ നോക്കി. എന്നിട്ട് അവനോട് ചോദിച്ചു, നിനക്കെവിടാ പോകേണ്ടത്? ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യട്ടെ? നാണത്തോടെയാണെങ്കിലും ആ കുർദിഷ് സോൾജിയർ പയ്യൻ ആ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ ഇരുവരും ഒന്നിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി. യാത്രാമധ്യേ ബാദി ചോദിച്ചു, നീ ആർമി ചേർന്നിട്ട് എത്ര നാളായി? അവൻ പറഞ്ഞു, 2 മാസേ ആയിട്ടുള്ളൂ. ഓ, അപ്പോ നീ ട്രെയിനിങ്ങിലാണല്ലേ? അതെ, ട്രെയിനിങ്ങിലാ. ട്രെയിനിങ് സമയത്ത് കിട്ടുന്ന ശമ്പളം നിനക്ക് കാര്യങ്ങൾക്കൊക്കെ തികയുന്നുണ്ടോ? ഇല്ല, തികയില്ല, വളരെ കുറവാണ്. എന്നാലും സാരമില്ല, ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. നീയപ്പോ ഇവിടെ എവിടെയാ താമസിക്കുന്നേ? വേറെന്താ ചെയ്യുന്നേ? ഞാൻ എന്റെ ആന്റിയുടെ വീട്ടിലാ താമസിക്കുന്നത്, വേറെ അങ്ങനൊന്നും ചെയ്യുന്നില്ല. നിന്നെ കണ്ടിട്ട് വളരെ ക്ഷീണിതനായി തോന്നുന്നുണ്ടല്ലോ. ഇന്നൊരു അവധി ദിവസമായിട്ട് നീ ഇതെങ്ങോട്ടാ പോകുന്നത്? അതല്ല സാർ, എനിക്ക് ജോലിയുണ്ട്, ഇന്ന് അവധിയൊന്നുമില്ല. എനിക്ക് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാ ഡ്യൂട്ടി. ഇപ്പോ രാവിലെ 6 മണിക്ക് നേരെ ക്യാമ്പിലെത്തണം, അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഓ അങ്ങനെയാണോ? നിനക്ക് അച്ഛനും അമ്മയും സഹോദരന്മാരൊക്കെ ഉണ്ടോ? ഉണ്ട്, 2 സഹോദരന്മാരുണ്ട്. ഓഹോ, പിന്നെന്താ നീ അവരുടെ കൂടെ താമസിക്കാതെ ഇങ്ങനെ ആന്റിയുടെ വീട്ടിൽ നിൽക്കുന്നേ? അത് എന്റെ സഹോദരന്മാരുടെ വിവാഹം കഴിഞ്ഞതാ, അവർക്ക് കുട്ടികളുമുണ്ട്, ചെറിയ വീടാ, എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാകും. ഞാൻ അങ്ങോട്ടേക്ക് പോയാ അതവർക്കൊരു ശല്യമാവേയുള്ളൂ, അതുകൊണ്ടാ ആന്റിയുടെ വീട്ടിൽ താമസിക്കുന്നേ. അത് കേട്ടപ്പോ ബാഡി പറഞ്ഞു, ഞാനും ചെറുപ്പത്തി ആർമി ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നതാ, അതൊക്കെ വളരെ നല്ലൊരു കാലമായിരുന്നു. പ്രത്യേകിച്ച് ആദ്യത്തെ 6 മാസങ്ങള് വളരെ സന്തോഷം നിറഞ്ഞതാ. ഞാനും എന്റെ കൂട്ടുകാരും രാവിലെ എഴുന്നേറ്റ് റെഡിയായി ഷൂസൊക്കെ ധരിച്ച് മാർച്ച് പാസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ക്യാപ്റ്റൻ 1, 2, 3 എന്ന് പറയുമ്പോ ഞങ്ങളത് ഏറ്റുവിളിക്കണമായിരുന്നു. ഞങ്ങളത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് നടക്കും. എന്ത് സന്തോഷം നിറഞ്ഞ സമയമായിരുന്നു. ഇപ്പൊ നിങ്ങളോടും അങ്ങനെ തന്നെയല്ലേ പറയാൻ
പറയാറുള്ളത്. ആ പയ്യൻ പറഞ്ഞു, അതെ, ഇപ്പോഴും അങ്ങനെ തന്നെയാ. നീ ആർമി വരുന്നതിന് മുമ്പ് എന്താ ചെയ്തിരുന്നേ? കുടുംബത്തിനൊപ്പം ഞങ്ങൾ കൃഷി ചെയ്യുമായിരുന്നു. ഓ അങ്ങനെയാണോ? എങ്കിൽ ശരി. പിന്നെ നീ പറഞ്ഞല്ലോ നിനക്ക് 6 മണിക്ക് ക്യാമ്പിലെത്തിയാ മതിയെന്ന്. ഇപ്പോ സമയം 5 മണിയായിട്ടുള്ളൂ. ഇനിയും 1 മണിക്കൂർ കൂടിയുണ്ട്. നീ എന്റെ കൂടെ വരുന്നോ? ഒരു ജോലിയുണ്ട്, ഞാനത് നിനക്ക് തരാം. നീ അതൊന്ന് നോക്ക്, നിനക്ക് പറ്റോ എന്ന്. എന്ത് ജോലിയാ? എനിക്ക് 6 മണിക്ക് കൃത്യമായി അവിടെ എത്തണം. അതൊക്കെ നിന്നെ ഞാൻ കൃത്യം 6 മണിക്ക് അവിടെ എത്തിച്ചേക്കാം. നീ വരുന്നോ? എന്ത് ജോലിയാ സാർ? ഇത് നോക്ക്, ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ എന്ത് ജോലിയാണെന്ന് ചോദിക്കില്ലായിരുന്നു. അതിനു പകരം എന്ത് ശമ്പളം കിട്ടും എന്നായിരിക്കും ചോദിക്കുക. നീ എന്റെ കൂടെ വാ, ഞാൻ പറഞ്ഞു തരാം. അതും പറഞ്ഞ് ആ പയ്യനെയും കൂട്ടി ബാഡി അവിടെയുള്ള ഒരു മലഞ്ചെരുവിലേക്ക് പോയി. അവിടെ വണ്ടി നിർത്തി അവന്റെ അടുത്ത് പറഞ്ഞു, നീ ഇതവിടെ ആ കുഴി കണ്ടോ? നീ ഒന്ന് ഇറങ്ങി വന്ന് ആ കുഴിയിലേക്ക് നോക്കിക്കേ. നാളെ രാവിലെ കൃത്യം 6 മണിക്ക് നീ ഇതേ സ്ഥലത്തേക്ക് വരണം. എന്നിട്ട് ആ കുഴിക്കരികിൽ വന്ന് എന്റെ പേര് വിളിച്ചു കൂവണം. മിസ്റ്റർ ബാദി, ബാദി എന്ന് 2 തവണ വിളിക്കണം. ഞാൻ തിരിച്ചു മറുപടി തരികയാണെങ്കിൽ നീ എനിക്ക് കൈ തന്ന് എന്നെ മുകളിലേക്ക് കയറ്റണം. ഒരുപക്ഷെ ഞാനൊരു ശബ്ദവും ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതായിരിക്കുന്ന കൈക്കോട്ട് കണ്ടോ? അതെടുത്ത് 20 വട്ടം മണ്ണുവാരി എന്റെ മേലോട്ടിട്ട് എന്നെ നീ അങ്ങ് മൂടിയിട്ട് പൊക്കോളണം. അത് കേട്ടതും ആ പയ്യൻ ആകെ പകച്ചുപോയി. ബാദി തുറന്നു, നിനക്കതിന് ഓക്കെയാണോ? നീ എന്നെ മണ്ണ് മൂടിയിട്ട് ഈ കാറിനുള്ളിലേക്ക് വരണം. 2 ലക്ഷം രൂപ ഇതിനകത്തുണ്ടാകും. അതെടുത്ത് നിനക്ക് പോകാം. ഒരു വേള ഞാൻ ജീവനോടെയുണ്ടെങ്കിൽ എന്നെ കൈത്തൂക്കി കയറ്റിയിട്ടും നിനക്ക് ആ 2 ലക്ഷം രൂപ എടുക്കാം. അത് കേട്ടതും ആ പയ്യൻ പറഞ്ഞു, ഇല്ല സാർ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല. ബാദി ചോദിച്ചു, എന്തുകൊണ്ടാ നിനക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നേ? നീ ഇതിനു മുമ്പ് ഒരു കർഷകനായിരുന്നില്ലേ? ഇതെത്ര വലിയ കാര്യമാണോ? കൈക്കോട്ടെടുത്ത് കുറച്ച് മണ്ണ് കോരിയിട്ടാ പോരെ? നീ ഇപ്പോ ആർമിയിലാണ്. നാളെ ഒരു യുദ്ധമുണ്ടായ നിന്റെ കയ്യിൽ തോക്ക് തരും. അപ്പോ നിനക്ക് ഒരുപാട് പേരെ വെടിവെച്ചു കൊല്ലേണ്ടി വരില്ലേ? ഞാൻ നിന്റെ കയ്യിൽ തോക്കൊന്നുമല്ലല്ലോ തരുന്നത്, വെറും ഒരു കൈക്കോട്ടല്ലേ. നീ ഇറങ്ങി വന്ന് ഈ കുഴിയൊന്ന് നോക്കിക്കേ. നമ്മളിപ്പോ ഈ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് പോലും എത്രയോ 1000 ആളുകളെ ഇതേ മണ്ണിൽ വെട്ടി മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജോലിയൊക്കെ ചെയ്യുന്നവരെ കുറിച്ച് നിനക്കറിയില്ലേ? ആ പയ്യൻ ഭയത്തോടെ പറഞ്ഞു, ഇല്ല സാർ, എനിക്ക് പറ്റില്ല. ആരുടെയും ശവമടക്കുന്ന പണിയൊന്നും ഞാൻ ചെയ്യില്ല. അപ്പോൾ ബാദി പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? എനിക്ക് ഈ ജോലി പൈസ കൊടുത്ത് വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാമായിരുന്നു. എന്നാൽ ഈ പണം കഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും കിട്ടണം എന്നാ ഞാൻ ആഗ്രഹിക്കുന്നേ. അതിലുപരി ഞാൻ നിന്നെ എന്റെ സ്വന്തം മകനെ പോലെയാ ഇപ്പോ കാണുന്നത്. അതുകൊണ്ട് നീ ഇത് ചെയ്യുന്നേ. നാളെ രാവിലെ വാ, എന്നെ വിളിക്ക്. ഞാൻ മറുപടി തന്ന എന്നെ കൈ തന്നെഴുന്നേൽപ്പിക്ക്. ഇല്ലെങ്കിൽ കൈക്കോട്ടെടുത്ത് മണ്ണ് വാരിയിട്ട് പണവും എടുത്ത് നീ നിന്റെ പാട്ടിന് പൊക്കോ, ഒരു പ്രശ്നവുമില്ല. അതും പറഞ്ഞ് ബാദി കാറിലേക്ക് കയറിയ ഉടനെ ആ പയ്യൻ പേടിച്ച് കാറിന്റെ ഡോർ തുറന്ന് അവിടെ നിന്ന് ക്യാമ്പിലേക്ക് ഓടിപ്പോയി. അവൻ വല്ലാതെ ഭയന്നിരുന്നു. ആ പയ്യനും അത് ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയ ബാദി വീണ്ടും വണ്ടിയെടുത്ത് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി. അങ്ങനെ പോകുമ്പോ അവിടെ ഒരാൾ തനിയിരിക്കുന്നത് ബാദി കണ്ടു. അയാളെ നോക്കി ബാദി ചോദിച്ചു, സാർ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ? ഇതെന്ത് സ്ഥലമാ? ഇതെന്ത് മെഷീനാ? ആ മനുഷ്യൻ പറഞ്ഞു, അതോ, ഇത് സിമന്റ് ഉണ്ടാക്കുന്ന മെഷീനാണ്. ഇപ്പോ ഇത് പ്രവർത്തിക്കുന്നില്ല, നിർത്തിയിട്ടിരിക്കുക. അവധി ദിവസമായതുകൊണ്ട് ഫാക്ടറി അടച്ചിരിക്കുവാണല്ലോ. ഞാനാ ഇവിടുത്തെ സെക്യൂരിറ്റി. ബാദി പറഞ്ഞു, ഓ സെക്യൂരിറ്റി ആണല്ലേ? തനിച്ചാണെങ്കിലും നിങ്ങൾ നല്ല എൻജോയ് ചെയ്താണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ആ സെക്യൂരിറ്റി പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങളും വാ, നമുക്ക് 2 പേർക്കും ഇരുന്ന് സംസാരിക്കാം. അത് കേട്ടതും ബാദി വണ്ടിയിൽ നിന്നിറങ്ങി അയാളുടെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ശരിക്കും ഇവിടെ എന്താ ചെയ്യുന്നത്? സെക്യൂരിറ്റി അല്ലേ? ഇന്ന് ലീവ് ദിവസമല്ലേ? പിന്നെന്താ ജോലിയൊക്കെ? അയാള് പറഞ്ഞു, അല്ല, മറ്റുള്ളവർക്ക് ലീവാണെന്നേ ഉള്ളൂ, എനിക്കിന്ന് ഡ്യൂട്ടിയുണ്ട്, അതുകൊണ്ട് നോക്കുന്നതാ. നിങ്ങളുടെ നാടെവിടെയാ? ആ സെക്യൂരിറ്റി പറഞ്ഞു, ഞാനോ, എന്റെ നാട് അഫ്ഗാനിസ്ഥാനാണ്. ഓ അഫ്ഗാനിസ്ഥാനോ? അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരുപാട് പേർ ഇവിടെ ഇറാനിലുണ്ടല്ലേ? അതെ, അവിടെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നല്ലോ. ആ യുദ്ധത്തിന് ശേഷം ഒരുപാട് പേർ പലായനം ചെയ്ത് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തതാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ദൂരെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ട് ബാദി ചോദിച്ചു, അതാരാ? സെക്യൂരിറ്റി പറഞ്ഞു, ഓ അദ്ദേഹമോ? അദ്ദേഹം എന്റെ കൂട്ടുകാരനാ. അദ്ദേഹവും അഫ്ഗാനിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം ഈ ദൈവത്തെക്കുറിച്ചും മതബോധനത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന ആളാ. ഇന്ന് അവധിയായതുകൊണ്ട് എന്നെ കാണാൻ വന്നതാ. ഓ അങ്ങനെയാണോ? അപ്പോ തനിച്ചല്ല, കൂട്ടുകാരന്റെ കൂടെ നല്ല സന്തോഷത്തിലാണല്ലേ? ആ ശരി, ഇന്ന് ലീവ് ദിവസമല്ലേ? ഈ സിമന്റ് മെഷീനുകളൊന്നും ആരും എടുത്തോണ്ടൊന്നും പോവില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? വാന്നേ, നമുക്ക് കാറിൽ വെറുതെ ഒരു റൗണ്ട് പോയിട്ട് വരാം. കുറച്ച് നല്ല ശുദ്ധവായു ശ്വസിച്ചിട്ട് വരാം. ഇല്ല സാർ, ഇതെന്റെ ഡ്യൂട്ടിയാ. ഇതുപേക്ഷിച്ച് എനിക്കങ്ങനെ വരാൻ കഴിയില്ല. ഓ അങ്ങനാണോ? എങ്കിൽ ശരി, ബൈ. ഞാൻ നിങ്ങളുടെ ആ കൂട്ടുകാരനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അദ്ദേഹം വരികയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെയും കൂട്ടി ഒരു റൗണ്ട് പോയിട്ട് വരാം.
അങ്ങനെ പറഞ്ഞ ബാദി ആ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്ന സുഹൃത്തിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം ബാദിയുടെ കൂടെ കറങ്ങാൻ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അവരിരുവരും കാറിൽ കയറി യാത്ര തുടങ്ങി. യാത്രാമധ്യേ ബാദി ചോദിച്ചു, നിങ്ങൾ ഈ ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒക്കെയാണല്ലേ പഠിക്കുന്നത്? അതിന് വലിയ പണച്ചെലവൊക്കെ ഉണ്ടാവുമല്ലോ. എങ്ങനെ ഈ ഫീസൊക്കെ കൊടുക്കുന്നേ? അച്ഛനാണോ പണം തരുന്നേ? അയാള് പറഞ്ഞു, ഹേയ് ഇല്ലില്ല, എന്റെ അച്ഛനും ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാ. ഫീസൊന്നും തരാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല. അതിനു പകരം ഞാൻ വേനൽ അവധിക്കാലത്ത് ജോലിക്ക് പോകും. അതിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ ചേർത്ത് വെച്ചാ ഞാൻ ഫീസ് അടയ്ക്കുന്നേ. ഓ, ജോലിക്ക് പോവാറുണ്ടല്ലേ? എങ്ങനെയുള്ള ജോലികളാ ചെയ്യാറ്? അതിപ്പോ ഞാൻ എല്ലാ പണികളും ചെയ്യും. കൂലിപ്പണിയോ ആരെങ്കിലും സഹായിക്കുന്ന പണിയോ എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യും. ഓ, ഈ മതപഠനം നടത്തുന്നവർ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നിട്ടോ. അവർ ഇതൊന്നും ചെയ്യില്ലെന്നാ ഞാൻ കരുതിയിരുന്നേ. അങ്ങനൊന്നുമില്ല. നമുക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത്തരം ജോലിയൊക്കെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. പക്ഷേ ഈ ജോലിക്ക് നിങ്ങളുടെ ബുദ്ധിയോ നിങ്ങളുടെ സംസാരശേഷിയോ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ കൈകളുടെ പ്രവർത്തനം മാത്രം മതി. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിച്ചാ മതി. എന്ത് ജോലിയാണെന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഓ, അങ്ങനെയാണോ? അതറിയാൻ ആഗ്രഹമുണ്ടോ? പക്ഷേ ഈ ജോലി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തത്വങ്ങൾക്കൊക്കെ പൂർണ്ണമായും എതിരായിരിക്കും. ദൈവത്തെക്കുറിച്ച് പഠിക്കുന്ന നിങ്ങൾക്കൊരുപക്ഷെ ഇതിനോട് യോജിക്കാൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴും പറയാറില്ലേ, ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന ജീവനാണ്, അതെടുക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ലെന്ന്. അവൻ തന്നത് ശരിയായ സമയം വരുമ്പോൾ തിരിച്ചെടുത്തോളുമെന്ന്. പക്ഷേ എനിക്ക് അതിനങ്ങ് കാത്തു നിൽക്കാൻ ക്ഷമയില്ല, സമയവുമില്ല. എന്റെ ഒരു ഇതെന്ന് പറയുന്നത്, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നിയ നമ്മൾ ഈ സ്ഥലം വിട്ടങ്ങ് പോവാൻ തീരുമാനിച്ചേക്കണം. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുവാണ്. ആ കാണുന്ന മലയില്ലേ, ആ മലയുടെ അരികിലായിട്ട് ഒരു കുഴി കുത്തിയിട്ടുണ്ട്. അവിടേക്ക് നാളെ രാവിലെ 6 മണിക്ക് നിങ്ങൾ വരണം. വരുമ്പോ എന്റെ പേര് വിളിച്ച് 2 തവണയൊന്ന് കൂവണം. ഞാനൊരു പക്ഷേ മറുപടി ശബ്ദം നൽകിയ എന്നെ അവിടെ നിന്ന് കൈതന്നെഴുന്നേൽപ്പിക്കണം. അല്ലെങ്കിൽ ഒരു 20 തവണ മണ്ണ് വെട്ടിയിട്ട് എന്നെ മൂടിയേക്കണം. ഒരു സഹോദരനെ പോലെ നിങ്ങൾ എനിക്ക് ഈ സഹായം ചെയ്തു തരണം. അവിടെ ഈ വണ്ടിയില് ആ സമയം ബാഗില് 2 ലക്ഷം രൂപയുണ്ടാകും. അതെടുത്ത് നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. അത് കേട്ടതും ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ലില്ല, ഞാനിത് ചെയ്യില്ല. നമ്മൾ മറ്റുള്ളവരെ കൊല്ലുന്നതും നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നതും തമ്മില് ഒരു വ്യത്യാസവുമില്ല. ദൈവം നൽകിയ ജീവനെടുക്കാൻ നമുക്കൊരു അവകാശവുമില്ല. മറ്റുള്ളവരെ കൊല്ലുന്നതും ആത്മഹത്യ ചെയ്യുന്നതും കൊലപാതകം തന്നെയാ. ഞാനിത് ചെയ്യില്ല. ബാദി പറഞ്ഞു, അങ്ങനൊന്നുമില്ലെന്നേ. ഈ ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാമോ? അത് നമ്മൾക്കിങ്ങനെ സന്തോഷമില്ലാതെ ജീവിക്കുക എന്നത് മാത്രമാണ്. നമ്മൾ സന്തോഷത്തോടെയല്ല ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ സഹോദരനോ സഹോദരിയോ ആരായാലും നമ്മൾ അവരെ വേദനിപ്പിക്കും. അതിനൊക്കെ പകരം നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതാ ഞാൻ കരുതുന്നേ. അയാള് പറഞ്ഞു, ഇല്ലില്ല, അതൊരിക്കലുമല്ല. ദൈവം നമുക്ക് നൽകിയത് എപ്പോ തിരിച്ചെടുക്കണമെന്ന് അദ്ദേഹത്തിനറിയാം. അപ്പോൾ അദ്ദേഹം അത് പ്രവർത്തിച്ചോളും. ബാദി അത് കേട്ടതും അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, ഒന്ന് നോക്കിക്കേ, എനിക്ക് നിങ്ങളുടെ ഉപദേശങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഉപദേശം വേണമെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ പഠിച്ച ഏതെങ്കിലും മതപണ്ഡിതനെ കണ്ട് ഞാൻ സംസാരിക്കുമായിരുന്നല്ലോ. എനിക്ക് വേണ്ടത് ഈ ഒരു ജോലി ചെയ്തു തരാൻ പറ്റുന്ന ഒരാളെയാണ്. ഉടൻ അയാൾ പറഞ്ഞു, ഇല്ല, എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല. അതും പറഞ്ഞ് അയാൾ കാറിൽ നിന്നിറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞതും ബാദി വണ്ടിയെടുത്ത് വീണ്ടും കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയി. ആ സിമന്റ് ഫാക്ടറിയുടെ അരികിൽ ഒരിടത്ത് കുറച്ചുനേരം അങ്ങനെ നിർത്തിയിട്ടിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ നിന്ന് വേഗം എഴുന്നേറ്റ് പോകൂ, ഇവിടെ ഒന്നും ഇരിക്കരുത്. ബാദി അവിടെ നിന്നും എഴുന്നേറ്റ് യാത്ര തിരിച്ചു. കാറിൽ പോകുന്ന വഴിയിൽ അദ്ദേഹം മറ്റൊരു മനുഷ്യനെ കണ്ടെത്തി. അയാളോട് സംസാരിച്ചു. അയാൾക്ക് ബാദി പറഞ്ഞ കാര്യങ്ങൾക്ക് സമ്മതവുമായിരുന്നു. ബാദി അയാൾക്ക് പിന്നാലെ വഴി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ കണ്ടില്ലേ, ദാ ആ മരമുണ്ടല്ലോ, അതാണ് ലാൻഡ് മാർക്ക്. അത് ഓർത്തു വെച്ചേക്ക്. നാളെ രാവിലെ വന്ന് എന്നെ വിളിക്കണം. ഞാൻ ശബ്ദമുണ്ടാക്കിയ കൈതന്ന് എഴുന്നേൽപ്പിക്കണം. ഇല്ലെങ്കിൽ മണ്ണ് വാരിയിട്ടിട്ട് പണവുമെടുത്ത് നിങ്ങൾ പൊക്കോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ ജോലി ചെയ്യുന്നത് എനിക്കത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ എന്ത് പണി ചെയ്യുകയാണെങ്കിലും ഞാനത് മനസ്സറിഞ്ഞ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാ. പക്ഷേ ഇത് അത്തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ലല്ലോ. നിങ്ങൾ എന്തായാലും ഒരു തവണ കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ചെയ്യണോ വേണ്ടയോ എന്ന്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറ്റുമെങ്കിൽ എന്നോട് പറ, ഞാനത് പരിഹരിക്കാൻ ശ്രമിക്കാം. ബാദി പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ജോലി മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നാലെ ബാദി ചോദിച്ചു, എനിക്ക് നിങ്ങളെ ഡ്രോപ്പ് ചെയ്യേണ്ടിടത്തേക്കുള്ള റൂട്ട് കൃത്യമായിട്ട് അറിയില്ല. എങ്ങനെയാ പോകേണ്ടത്? ഞാൻ വഴി പറഞ്ഞു തരാം. നിങ്ങൾ വണ്ടി നേരെ വിട്ടോ. അങ്ങനെ അവരുടെ യാത്ര വീണ്ടും തുടർന്നു. അയാള് പറഞ്ഞു, നോക്ക്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. അതറിഞ്ഞാലല്ലേ എനിക്കതിനെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയൂ. എങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നിങ്ങളെടുത്തിരിക്കുന്ന ഈ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കറിയാമോ, വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇതേ തീരുമാനമായി എടുത്തത്. അന്ന് എന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു. ആ കാലത്ത് എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ചേർന്ന് ഒരേ
ഒരു പരിഹാരം എന്നെ തന്നെ അങ്ങ് ഇല്ലാതാക്കുക എന്നത് മാത്രമാണെന്ന് ഞാനും ഉറപ്പിച്ചു. ഒരു കയറെടുത്ത് കാറിലിട്ട് യാത്ര തിരിച്ചു. ഞാൻ ഒരിടത്തെത്തി. അവിടെത്തുമ്പോ നല്ല ഇരുട്ടായിരുന്നു. എങ്കിലും സാരമില്ലെന്ന് കരുതി അവിടെ ഒരു മൾബറി മരം കണ്ടപ്പോ അതിൽ തൂങ്ങി മരിക്കാമെന്ന് കരുതി ഞാൻ കയർ മുകളിലേക്ക് എറിഞ്ഞു. പക്ഷേ എനിക്ക് കയറാൻ മരത്തിൽ കൊളുത്താൻ പറ്റിയില്ല. ഒരുപാട് നേരം ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോ എന്നാ ശരി, മരത്തിന് മുകളിൽ കയറി തന്നെ കയറ് കെട്ടാം എന്ന് കരുതി ഞാൻ ആ മരത്തിന്റെ മുകളിലേക്ക് പിടിച്ചു കയറി. എന്നിട്ട് കയറ് കെട്ടാൻ നോക്കുമ്പോ എന്റെ കയ്യിൽ എന്തോ തടഞ്ഞു. എന്താതെന്ന് നോക്കിയപ്പോ അതൊരു മൾബറി പഴമായിരുന്നു. ഞാൻ അതിൽ നിന്നും ഒരു പഴം പറിച്ചു കഴിച്ചു. അത് അത്രയധികം രുചിയുള്ളതായിരുന്നു. ഞാൻ വീണ്ടും ഒരെണ്ണം പറിച്ചു കഴിച്ചു. പിന്നീട് മറ്റൊരെണ്ണം കൂടി കഴിച്ചു. അങ്ങനെ ഞാൻ പഴങ്ങൾ തിന്നുകൊണ്ടിരുന്നപ്പോ അവിടെ അതിമനോഹരമായി പുലർകാല സൂര്യൻ ഉദിച്ചുയർന്നു. അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ആ സമയത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികള് ആ വഴി വന്നു. അവർ ഞാൻ മരത്തിന് മുകളിലിരിക്കുന്നത് കണ്ട് എന്നെ നോക്കി വിളിച്ചു പറഞ്ഞു, അങ്കിൾ, ആ മരം ഒന്ന് കുലുക്കാമോ? അതിൽ നിന്ന് വീഴുന്ന മൾബറി പഴങ്ങൾ ഞങ്ങൾ എടുത്തോളാം. ഞാൻ ആ മരം അങ്ങ് കുലുക്കി കൊടുത്തു. ആ കുട്ടികളെല്ലാം ആ പഴങ്ങളും എടുത്ത് എന്നോട് നന്ദിയും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പോയി. അതോടെ എന്റെ മനസ്സും മാറി. ഞാൻ കുറച്ചുകൂടി മൾബറി പഴങ്ങൾ പറിച്ചെടുത്ത് എന്റെ ഭാര്യയ്ക്കായി വീട്ടിലേക്ക് കൊണ്ടുപോയി. അവള് വീട്ടിൽ അപ്പൊ കിടന്നുറങ്ങുകയായിരുന്നു. അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഞാൻ ആ പഴങ്ങൾ കൊടുത്തു. അവളത് കഴിച്ച് ഇത് വളരെയധികം രുചികരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ആത്മഹത്യാ ചിന്ത തന്നെ എന്നെ അങ്ങ് വിട്ടുപോയി. നോക്കിക്കേ, ആ ഒരു മൾബറി പഴമ എന്റെ തീരുമാനത്തെ മാറ്റിയത്. പിന്നെ എന്റെ കഷ്ടപ്പാടുകളെല്ലാം പതിയെ പതിയെ കുറഞ്ഞു വന്നു. ഇന്നിപ്പോ കുറെ സമാധാനമുണ്ട്. അത് കേട്ടപ്പോ ബാദി ചോദിച്ചു, ഇപ്പോ നിങ്ങളെന്താ പറഞ്ഞു വരുന്നേ? ഒരു മൾബറി പഴം പറിച്ചു കൊണ്ടുപോയി നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്തപ്പോ നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീർന്നെന്നോ? അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ആ മൾബറി പഴം കാരണമാ എന്റെ ചിന്താഗതി മാറിയതെന്നാ. ഞാൻ എന്താണോ ചെയ്യാൻ വിചാരിച്ചത് അതിൽ നിന്നും ഞാൻ മാറി. എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടതില്ല എന്നെനിക്ക് തോന്നിയത് അപ്പോഴാ. ഇപ്പോഴും ഞാൻ പറയുന്നു, നിന്റെ പ്രശ്നം എന്താണെന്നറിഞ്ഞാ അതിനനുസരിച്ച് എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിച്ചേക്കും. പക്ഷെ എനിക്കിപ്പോ നിന്റെ പ്രശ്നം അറിയില്ല. അതുകൊണ്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും നീ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു തീരുമാനമെടുത്തേ? എന്ത് പ്രശ്നമാണെങ്കിലും പറ. നീ പറഞ്ഞില്ലെങ്കിലും ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അയാൾ വീണ്ടും തുടർന്നു, നിനക്ക് നാളെ രാവിലെ ഈ സൂര്യോദയം ഇനി ഒരിക്കൽ കൂടി കാണണ്ടേ? അതുപോലെ വൈകുന്നേരം ആ സൂര്യൻ അസ്തമിക്കുന്നത് നിനക്ക് കാണണ്ടേ? ആ ചുവപ്പും മഞ്ഞയും കലർന്ന നിറത്തിൽ സൂര്യൻ മറയുന്നത് നിനക്ക് കാണണ്ടേ? നിനക്ക് ചന്ദ്രനെ കാണണ്ടേ? അതിലും പൗർണമി നാളിലെ ആ പൂർണ്ണചന്ദ്രനെ നിനക്കെങ്ങനെ മിസ് ചെയ്യാൻ പറ്റും? ആകാശത്ത് അതെത്ര മനോഹരമായിരിക്കും. ആ നക്ഷത്രങ്ങളെ നിനക്ക് കാണണ്ടേ? വസന്തകാലത്ത് ഒഴുകി വരുന്ന അരുവിയിലെ വെള്ളമെടുത്ത് നിനക്ക് കുടിക്കണ്ടേ? മുഖം കഴുകണ്ടേ? അതും മാത്രമല്ല, നമുക്ക് 4 ഋതുക്കളുണ്ട്. ഈ ഓരോ സീസണിലും പുതിയ പുതിയ എത്രയോ പഴങ്ങളാ ഉണ്ടാകുന്നേ. അതൊക്കെ നിനക്ക് കഴിച്ചു നോക്കണ്ടേ? ഒരമ്മ പോലും തന്റെ മക്കൾക്കായി എല്ലാത്തരം പഴങ്ങളും കൊണ്ടുവന്നു വെക്കില്ലേ? എന്ന ദൈവത്തെ നോക്കിക്കേ, അവൻ സൃഷ്ടിച്ച ഓരോന്നിനും എത്രയെത്ര നല്ല കാര്യങ്ങളാ അവനിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നേ. അതൊക്കെയും നിനക്ക് ആസ്വദിക്കണ്ടേ? ഈ ചെറുപ്പഴത്തിന്റെ രുചി നിനക്ക് വീണ്ടും അറിയണ്ടേ? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. അയാൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ബാദി അത് കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും അയാൾ ഒരു മറുപടിയും പറയാതെ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു തുർക്കിക്കാരന്റെ കഥ പറഞ്ഞു തരാം. ആ മനുഷ്യൻ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഡോക്ടർ, എന്റെ വിരൽ കൊണ്ട് എന്റെ ശരീരത്തിൽ എവിടെ തൊട്ടാലും എനിക്ക് കഠിനമായ വേദനയെടുക്കുന്നു. എന്റെ ശരീരത്തിനെന്തോ വലിയ രോഗമുണ്ടെന്നാ ഞാൻ കരുതുന്നേ. ഡോക്ടർ അവനെ പൂർണ്ണമായി പരിശോധിച്ച ശേഷം പറഞ്ഞു, നിന്റെ ശരീരത്തിന് ഒരു കുഴപ്പവുമില്ല. നിന്റെ വിരലിനെ പരിക്കേറ്റിരിക്കുന്നേ, അതാ പ്രശ്നം. അതിനുള്ള ചികിത്സയെടുക്കൂ. അതുപോലെ തന്നെയാ ഇപ്പൊ നിന്റെ കാര്യവും. നിന്റെ മനസ്സിലാ പ്രശ്നമിരിക്കുന്നത്, അല്ലാതെ നിനക്ക് വേറൊരു കുഴപ്പവുമില്ല. അത് മാറണമെങ്കിൽ നീ മനസ്സ് തുറന്ന് സംസാരിക്കണം. ഇനിയെങ്കിലും എന്താ നിന്റെ പ്രശ്നമെന്ന് പറ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ആത്മഹത്യ മാത്രമല്ല ഏക പരിഹാരം. നീതാ ആ ട്രെയിൻ നോക്കിക്കേ, അതെപ്പോഴും മുന്നോട്ട് മാത്രമാ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അതിനൊരു അവസാന സ്റ്റേഷനും വരും. അപ്പോ അത് തന്നെ നിൽക്കും. അതുപോലെ തന്നെയാ മനുഷ്യന്റെ ജീവിതവും. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു പ്രശ്നവും ഇവിടെ ശാശ്വതമല്ല. എല്ലാത്തിനും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ നമുക്കുള്ള അവസാന സ്റ്റേഷൻ തീർച്ചയായും വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ജീവൻ തനിയെ നമ്മളെ വിട്ടുപൊക്കോളും. ദൈവം അത് നമ്മളിൽ നിന്ന് തന്നെ എടുത്തോളും. അതുവരെ നമുക്കങ്ങ് ജീവിച്ചാ മതി. നീ എന്തിനാ അതങ്ങ് സ്വയം അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നേ?
അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ അയാളുടെ ജോലിസ്ഥലം എത്തി. അദ്ദേഹം ഒരു നാച്ചുറൽ മ്യൂസിയത്തിലാണ് ജോലി ചെയ്യുന്നത്. വണ്ടിയിൽ നിന്നിറങ്ങുമ്പോ ബാദി ഓർമ്മിപ്പിച്ചു, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, രാവിലെ വന്ന് വിളിക്കണം. ഉടനെ അദ്ദേഹം പറഞ്ഞു, വിളിക്കാം, നീ ശബ്ദമുണ്ടാക്കിയ കൈ തന്നെഴുന്നേൽപ്പിക്കാം, അതല്ലേ? അത് ഞാൻ ചെയ്യാം. ഒരുപക്ഷെ നീ ശബ്ദമുണ്ടാക്കിയില്ലെങ്കിലും ഞാൻ നിന്നെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരും. ബാദി പറഞ്ഞു, ഇല്ലില്ല, അത് പാടില്ല. ഒരു വേള ഞാൻ ശബ്ദമുണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യണം, എന്നെ മണ്ണിട്ട് മൂടണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, എന്റെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് പണമില്ലാതെ അത്രയ്ക്കും കഷ്ടപ്പാടിലായതുകൊണ്ട് മാത്രമാ ഞാനിത് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു. അതും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് നടന്നു നീങ്ങി. ബാദിയും അവിടെ നിന്ന് വണ്ടിയെടുത്തു പോകാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ഒരു ദമ്പതികൾ അവരുടെ ഒരു ഫോട്ടോ എടുത്തു കൊടുക്കാമോ എന്ന് ബാദിയോട് ചോദിച്ചു. ബാദി അവർക്ക് ഫോട്ടോ എടുത്ത് നൽകിയ ശേഷം പെട്ടെന്നെന്തോ ആലോചിച്ച് വണ്ടി വളരെ വേഗത്തിൽ തിരിച്ചുവിട്ടു. അതുകണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ വിളിച്ചു ചോദിച്ചു, ഹേയ്, എന്തു നോക്കിയാടോ വണ്ടി ഓടിക്കുന്നേ? മരിക്കാൻ പോകുവാണോ? ബാദി അതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും വലിയൊരു തിടുക്കത്തിൽ അയാൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അത്രയും നേരം അയാളുടെ കണ്ണുകളിൽ തനിക്ക് മരിക്കണം, ആത്മഹത്യ ചെയ്യണം എന്ന ചിന്തയായിരുന്നു മുഴുവനായും നിഴലിച്ചത്. പക്ഷെ ഇപ്പോൾ അയാളുടെ കണ്ണിൽ ഒരു ഭയവും ആശയക്കുഴപ്പവും പ്രകടമായിരുന്നു. അയാൾ നേരെ ആ മ്യൂസിയത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ചോദിച്ചു, കുറച്ചു മുമ്പ് ഞാനിവിടെ ഒരാളെ ഇറക്കി വിട്ടു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, അദ്ദേഹത്തോടൊന്ന് പുറത്തു വരാൻ പറയാമോ? മ്യൂസിയത്തിലെ ജീവനക്കാരൻ പറഞ്ഞു, അദ്ദേഹത്തോട് ഇപ്പൊ പുറത്തേക്ക് വരാൻ പറയാനാവില്ല, എന്നാ ഞാൻ അകത്ത് പോയി നോക്കട്ടെ. അതിനെന്താ, ടിക്കറ്റ് എടുത്ത് പൊക്കോളൂ എന്നാ ഈ മ്യൂസിയം ജീവനക്കാരൻ. ബാദി ടിക്കറ്റ് എടുത്ത് നേരെ അകത്ത് പോയി. ബാദി ഡ്രോപ്പ് ചെയ്ത ആ മനുഷ്യൻ അവിടെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാദി അകത്ത് ചെന്ന് അയാളെ പുറത്തേക്ക് വിളിച്ചു. അദ്ദേഹം പുറത്തു വന്നപ്പോ ബാദി ചോദിച്ചു, നിങ്ങൾ ഇവിടെയാണോ ക്ലാസ് എടുക്കുന്നേ? അതെ, ഈ വെള്ളക്കോട്ട് നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, നീ എന്താ ഇപ്പോ വന്നേ? ബാദി പറഞ്ഞു, നിങ്ങൾ നാളെ രാവിലെ എന്നെ കാണാൻ വരുമല്ലോ, വരുമ്പോ 2 കല്ലുകൾ കൂടി കയ്യിൽ കരുതണം. ഒരുപക്ഷെ നിങ്ങൾ വിളിക്കുന്ന ശബ്ദം ഞാൻ വലിയ ഉറക്കത്തിലാണെങ്കിൽ കേൾക്കാതെ പോയെങ്കിലോ? നിങ്ങൾ ആ 2 കല്ലുകൾ എന്റെ മേലേക്ക് എറിഞ്ഞു നോക്കണം. പോ, ഞാൻ എഴുന്നേറ്റേക്കാം. അദ്ദേഹം പറഞ്ഞു, 2 കല്ലുകൾ മാത്രമല്ലേ? ശരി, ഞാൻ എടുത്തോണ്ട് വരാം. ബാദി വീണ്ടും പറഞ്ഞു, കല്ലെറിയുന്നത് മാത്രമല്ല, എന്തായാലും 2 തവണ എന്റെ തോളിൽ തട്ടി എന്നെ ഒന്ന് കുലുക്കി നോക്കണം. ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ എഴുന്നേറ്റ് വന്നാലോ? അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ വാക്ക് തന്നതുപോലെ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അത് ഞാൻ ചെയ്യും. നിന്നെ വന്ന് എഴുന്നേൽപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരും. അത് കേട്ടതും ബാദിയുടെ മനസ്സിൽ ഒരുപക്ഷെ നാളെ രാവിലെ ഞാൻ ജീവനോടെ ഇരിക്കില്ലേ എന്നൊരു ചിന്തയുദിച്ചു. ആ ഒരു പ്രതീക്ഷ അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞിരുന്നു. വൈകുന്നേരമായപ്പോ അദ്ദേഹം വണ്ടി ഒതുക്കി നിർത്തി. അവിടെ ഒരു സ്ഥലത്ത് എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. അവിടെയുള്ള എല്ലാവരെയും അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു. മനുഷ്യരെയും പക്ഷികൾ സ്വതന്ത്രമായി പറക്കുന്നതുമെല്ലാം അദ്ദേഹം നോക്കിക്കണ്ടു. വൈകുന്നേരത്തെ ആ മഞ്ഞയും ചുവപ്പും കലർന്ന വെളിച്ചത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതും അദ്ദേഹം നോക്കി നിന്നു. അവിടെ നിന്ന് നേരെ വീട്ടിലെത്തി. രാത്രിയിലെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് കയ്യിൽ പണത്തിന്റെ ബാഗും കൂടെ ആ ഉറക്ക ഗുളികകളും എടുത്തുകൊണ്ട് ബാദി ഒരു ടാക്സി വിളിച്ച് താൻ കുഴി തോണ്ടി വെച്ചിരിക്കുന്ന ആ മലഞ്ചെരുവിലേക്ക് വന്നിറങ്ങി. അവിടെ വന്ന് കുറച്ചു നേരമിരുന്ന് പുകവലിച്ചു. പുകവലി കഴിഞ്ഞ ശേഷം താൻ കൊണ്ടുവന്ന ഗുളികകളെല്ലാം കഴിച്ച് അദ്ദേഹം ആ കുഴിക്കുള്ളിലേക്ക് കിടക്കാനിറങ്ങി. കനത്ത ഇരുട്ട് അവിടെ പടർന്നു നിന്നിരുന്നു. ബാദി ആ കുഴിയിൽ കിടന്നു. നേരെ ആകാശത്തേക്ക് നോക്കി. അവിടെ പൂർണ്ണചന്ദ്രനെ കാണാം. എന്നാൽ ആ പൂർണ്ണചന്ദ്രനെ കറുത്ത മേഘങ്ങൾ വന്ന് പതിയെ മൂടി മറച്ചു. അപ്പോൾ ആ പ്രദേശം മുഴുവനായും ഘോരമായി ഇരുട്ടായി മാറി. ആ സമയത്ത് മഴ പെയ്യാനെന്ന പോലെ ഇടിയും മിന്നലും ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ മിന്നലടിക്കുമ്പോ ബാദിയുടെ മുഖം തെളിഞ്ഞു കാണാമായിരുന്നു. അദ്ദേഹം കണ്ണുകൾ തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ മിന്നലിൽ ബാദിയുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. പിന്നാലെ മഴ പെയ്യാൻ ആരംഭിച്ചു. ആ ഘോര ഇരുട്ടിൽ സ്ക്രീൻ ബ്ലാക്കൌട്ടായി. കുറച്ചു നേരത്തെ ബ്ലാക്കൌട്ടിന് ശേഷം സ്ക്രീൻ തെളിയുമ്പോൾ അവിടെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ടേസ്റ്റ് ഓഫ് ചെറിയുടെ ഷൂട്ടിംഗ്. ബാദി സിഗരറ്റ് വലിച്ചു നിൽക്കുന്നു. ഡയറക്ടർ അബ്ബാസ് കിയാരോസ്തോമയെയും കാണാം. സിനിമയിൽ ബാദിക്ക് എന്ത് സംഭവിച്ചു എന്ന് സംവിധായകൻ പറയുന്നേയില്ല. ആ തീരുമാനം പൂർണ്ണമായും പ്രേക്ഷകർക്ക് അദ്ദേഹം വിട്ടു നൽകിയിരിക്കുന്നു. ആ സിനിമ പൂർണ്ണമായും ഒരു മനുഷ്യൻ എന്തിന് ജീവിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഡിപ്രഷനിലായിരുന്ന ബാദി തുടർന്ന് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകുമോ? അതോ ഈ ലോകം വിട്ട് പോയിരിക്കുമോ? എന്റെ കാഴ്ചപ്പാടുകൾ ഞാൻ പറയാം. അബ്ബാസ് കിയാരോസ്തോമി മനഃപൂർവ്വം ഇത്തരമൊരു ക്ലൈമാക്സ് നൽകിയത്, അവ്യക്തമായൊരു ക്ലൈമാക്സ് നൽകിയതിന് പിന്നിൽ വലിയൊരു തത്വചിന്തയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലാദ്യത്തേത് പ്രേക്ഷകന് തീരുമാനം വിട്ടുകൊടുത്തിരിക്കുന്നു. സിനിമയിലുടനീളം ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ബാദിയും അദ്ദേഹത്തിന് ജീവിതത്തിലെ ചെറിയ നല്ല കാര്യങ്ങൾ കാണിച്ചുകൊടുത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മനുഷ്യരും തമ്മിലുള്ള സംവാദമാണ്. ബാദി മരിച്ചോ ഇല്ലയോ എന്ന് കാണിക്കാതെ ഇരുട്ടിലേക്ക് മറയുമ്പോൾ ബാദിയുടെ വിധി എന്തായിരിക്കണം എന്ന്
തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രേക്ഷകന് ലഭിക്കുന്നു. പ്രേക്ഷകന്റെ മനസ്സിനെ അളക്കുവാൻ പ്രേക്ഷകന് സ്വയം സാധിക്കുന്നു. അതിൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും തെളിയുന്നു. ഒരുപക്ഷെ ആ വൃദ്ധനോട് വന്ന് തന്റെ തോളിൽ തട്ടി വിളിക്കണമെന്നും കല്ലെടുത്തെറിയണമെന്നും ബാദി അവസാന നിമിഷം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാൻ ചെറിയൊരു ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ബാദി രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. നേരെ മറിച്ച് ആ കറുത്ത മേഘങ്ങളും അടഞ്ഞ കണ്ണുകളും കണ്ട് ജീവിതം അവസാനിച്ചു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ബാദി മരിച്ചു എന്നും കരുതാം. നിങ്ങളുടെ മനസ്സിന്റെ ചിന്താഗതി എന്താണോ, നിങ്ങൾ ഏത് അവസ്ഥയിലാണോ കടന്നു പോകുന്നത്, അവിടെയാണ് ക്ലൈമാക്സ് പൂർണ്ണമാകുന്നത്. ഏറ്റവും ഒടുവിൽ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, ലക്ഷ്യത്തെക്കാൾ പ്രധാനം എപ്പോഴും ആ യാത്രയാണ്. ബാദി ഒടുവിൽ മരിച്ചോ ജീവിച്ചോ എന്നതിനേക്കാൾ നമ്മൾ മനുഷ്യർ എന്തിനാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സിനിമയിലുടനീളം ചർച്ച ചെയ്ത കാര്യങ്ങൾക്കാണ് സംവിധായകൻ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ടാണ് ഇതൊരു സിനിമ മാത്രമാണെന്നും സിനിമയ്ക്കപ്പുറം ജീവിതമുണ്ടെന്നും സൂചിപ്പിക്കാൻ ബ്ലാക്ക് ഔട്ടിന് ശേഷം സിനിമ ഷൂട്ടിങ്ങും വീഡിയോ ക്യാമിലൂടെ കാണിക്കുന്നത്. ഇത് എന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം കമന്റുകളിൽ പറയുമല്ലോ. മികച്ച ഈ ക്ലാസിക് ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.